പക്ഷേ അവർക്കിടയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും അർദ്ധരാത്രി പുറത്തിറങ്ങി പോന്നെ? ആലോചിച്ച് നോക്കിയേ. അവര് ചിലപ്പോ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതായിരിക്കും. പൃഥ്വി വന്നോ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. പൃഥ്വിക്ക് അറിയോ, ഇന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. എന്താ? അതൊക്കെയുണ്ട്. കേൾക്കുമ്പോ എന്നെ പോലെ പൃഥ്വിക്ക് ഒരുപാട് സന്തോഷാവും. അതെനിക്ക് ഉറപ്പാ. എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോഴേ തനിക്കും വലിയ സന്തോഷവും. ആണോ? ഞാൻ പറഞ്ഞില്ലേ പൃഥ്വി, നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഭാഗ്യ. അതുകൊണ്ടല്ലേ നമ്മൾ ഒരുപാട് കാലം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇപ്പൊ പെട്ടെന്ന് നടക്കാൻ പോകുന്നത്. എന്താ കാര്യം? പൃഥ്വി, ആ നാശം പിടിച്ച ദുർഗയും അവളുടെ ഭർത്താവ് കോന്തം കിരണും ഇല്ലേ, അവരോടൊന്ന് പോവാൻ സമ്മതിച്ചു. സന്തോഷായില്ലേ? ഇവിടുന്ന് പോകാന്ന് ദുർഗയും കിരണും പറഞ്ഞോ? ആ പറഞ്ഞു. പക്ഷേ എന്നോടല്ല, മുത്തശ്ശിയോട്. പ്രഗ്നന്റ് ആയിരിക്കുന്ന എന്റെ സന്തോഷത്തിന് ഇപ്പൊ എല്ലാവർക്കും പ്രാധാന്യം. അതുകൊണ്ടുകൂടിയാ ദുർഗയും കൂട്ടി മുത്തശ്ശി ഇവിടുന്ന് പോവാന്ന് സമ്മതിച്ചത്. ഇതിനുവേണ്ടി അമ്മയും അപ്പച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും നമ്മുടെ കാര്യം നടക്കുമല്ലോ. ഭാഗ്യം. പൃഥ്വി എന്തോന്നും മിണ്ടാത്തെ? ഞാൻ വിചാരിച്ചു ഞാൻ ഈ കാര്യം പറയുമ്പോ പൃഥ്വി സന്തോഷം കൊണ്ട് തുള്ളി ചാടുമെന്ന്. എനിക്ക് സന്തോഷമില്ലെന്ന് തന്നോടാരാ പറഞ്ഞത്? ഞാൻ ഹാപ്പിയാ. ദുർഗ തിരിച്ചു ചെല്ലാൻ സമ്മതിച്ചു എന്ന് അപ്പച്ചിയെ വിളിച്ചു പറഞ്ഞത്. മിക്കവാറും നാളെ തന്നെ അവളിവിടെ എല്ലാരോടും പറയുമായിരിക്കും. ആ നാശങ്ങൾ ഇവിടെ നിന്ന് പോയാ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ പൃഥ്വി? അതെ, അവരെ എന്നേക്കുമായി പറഞ്ഞുവിടാനാ ഞാനും നോക്കിയത്. പൃഥ്വി, അല്ല, പൃഥ്വിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? അത് അതൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. സത്യാണോ? ആണെന്നേ, സത്യം. എന്തായാലും വേണ്ടില്ല, ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാ. ഇനി വേണൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ. നാശകൾ പോയി കിട്ടുമല്ലോ. മോളെ, ഇതൊന്ന് നോക്കിയേ. ഞാൻ എഴുതിയ കണക്കാ, ശരിയാണോ നോക്കിയേ? ഞാൻ നോക്കാം. ഇതും കൂടെ ആഡ് ചെയ്തായിരുന്നോ? ഇവിടെ അങ്ങോട്ടല്ലേ? ചേട്ടാ, ആ കിരൺ ദുർഗ കണ്ട? ഇല്ലല്ലോ. ഇവരിതെവിടെ പോയി? ഞാൻ ഉദ്ദേശിച്ചത് ശരി തന്നെ. മഹിയേട്ടാ, ഉണ്ണിമേ, പതിവ് പോലെ ഇന്നും ആ കിരണും ദുർഗയും രാത്രി സഞ്ചാരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ അവര് ഇവിടെ എവിടെയെങ്കിലും കാണും? ഇല്ലെന്നേ, ഞാൻ അവരുടെ റൂമിലും ഈ വീട്ടിലെ കംപ്ലീറ്റ് സ്ഥലത്തും നോക്കി. എടാ, അവരെന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയിട്ടുണ്ടാവും, അവരിഞ്ഞു വന്നോളും. ഓ, വരും, അത് ശരിയാ. പക്ഷേ അവർക്കിടയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഇങ്ങനെ എല്ലാ ദിവസവും അർദ്ധരാത്രി പുറത്തിറങ്ങി പോന്നെ? ആലോചിച്ച് നോക്കിയേ. അവര് ചിലപ്പോ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതായിരിക്കും. അന്ന് രാത്രി പോയില്ലേ, അതുപോലെ. അതെ, അവർക്ക് എന്താ കുഴപ്പം? താമസിക്കാൻ വീട്, സമയാസമയത്ത് ഭക്ഷണം, പിന്നെ കിട്ടുന്ന കാശിന് മൊത്തം ഐസ്ക്രീം തിന്ന് കറങ്ങി നടക്കാലോ. അത് തന്നെ. എല്ലാ കാര്യത്തിനും ആ കിരണിനെയും ദുർഗയും സപ്പോർട്ട് ചെയ്യുന്ന ഈ പൂർണിമയും മഹിയേട്ടനുമാ.
ചെറിയച്ച ഓ. അവര് രണ്ടുപേരും ഈ വീട്ടിൽ നിൽക്കുന്നോണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എന്ന് ആര് പറഞ്ഞു? രണ്ടുപേരുടെ ചെലവ് ഒരു നഷ്ടം തന്നെയല്ലേ? ആ എന്തിനാ ചെറിയമ്മ ഇങ്ങനെ കണക്ക് പറയുന്നേ? നീരജ പറയുന്നതിനകത്ത് എന്തുവാ തെറ്റ്? ഹ, ബാക്കി എല്ലാ കാര്യത്തിനും എള്ള് കയറി കണക്കെഴുതുന്ന പൂർണിമയ്ക്ക് കിരണിന്റെയും ദുർഗയുടെയും കാര്യത്തിൽ മാത്രം എന്തോ ഒരു മാറ്റം. നമുക്കറിയാത്ത എന്തെങ്കിലും രഹസ്യം അവരുടെ കാര്യത്തിൽ ഇവർക്കുണ്ടാകും സഹദേവ. ആണോ? എന്ത് രഹസ്യം? ആ, നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയേ? അതെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒന്നുണ്ട്, സത്യം എത്രയൊക്കെ മറച്ചു വെച്ചാലും അതൊരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. ഓ എന്റെ ചേച്ചി, വിഷയം മാറ്റല്ലേ. ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. ആ കിരണും ദുർഗ എവിടെ പോയി? അതെ പൂർണിമേ, ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. ആ അവരീ വീട്ടിൽ താമസിക്കുന്നിടത്തോളം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അത് നമ്മളെയും ബാധിക്കും. അത് മറക്കരുത് കേട്ടോ. ഉം. പൂർണിമ സ്വന്തം ഇഷ്ടത്തിനാണ് അവരെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പൂർണിമ തന്നെ ഉത്തരവാദിത്വം എടുക്കണം. പൂർണിമേ, ഇവര് ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. അതുകൊണ്ട് നീ അവരെ ഇങ്ങനെ കയറൂരി വിടരുത്. ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ. അല്ലെങ്കിലേ അത് ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മഹിയേട്ടാ, മഹിയേട്ട എന്തോ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഓ, എല്ലാ കാര്യത്തിലും പൂർണിമ അങ്ങ് ഉപദേശിക്കുന്ന ആള് ഈ കാര്യത്തിൽ മാത്രം എന്തോ ഒരു മൗനം. അതെ, നിങ്ങൾ ഇത് ഇത്രയ്ക്ക് പ്രശ്നമാക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് എവിടെ പോയതാണെന്ന് ചോദിക്കാം. ചെല്ല്, ചെന്ന് ഫോൺ എടുത്തോ. സഹദേവ, ഓ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്റെ ചേട്ടാ, അവരെവിടാണെന്ന് അറിയാനുള്ള കൊതിയുണ്ടൊന്നും അല്ല. അവര് കാരണം നമുക്കൊരു ചീത്തപ്പരുണ്ടാവരുത്, അത്രേ ഉള്ളൂ അല്ലേ? അതെ, ഫോൺ എടുക്കട്ടെ, വിളിക്കട്ടെ. എല്ലാ ദിവസവും രാത്രി അർദ്ധരാത്രിയിലുള്ള ഈ സഞ്ചാരം എങ്ങോട്ടാണെന്ന് അറിയണം. ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ എത്താൻ ചേടി. അത് വേണ്ട സർ. സാർ ഇങ്ങോട്ട് വന്നാ അത് പലതരത്തിലുള്ള സംശയങ്ങൾക്കിടയാവും. ആ, ഞാൻ പറഞ്ഞില്ലേ, ഇത് പോലീസിൽ അറിയിക്കണം, കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഭയങ്കര പ്രഷറാണ്. ഞങ്ങൾക്ക് ഇവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിർവാഹമില്ലല്ലോ. ഇത് കേസാവാതെയും അന്വേഷണം ഉണ്ടാവാതെയും സാറ് മാനേജ് ചെയ്യണം. ഓക്കെ, ഞാനത് ചെയ്തോളാം. കിരണിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? അറിയില്ല സർ. ഡോക്ടർ ഇറങ്ങി എന്തെങ്കിലും പറഞ്ഞാലേ അറിയൂ. വിവരം അറിഞ്ഞാൽ ഞാൻ ഉടനെ വിളിക്കാം സർ. ഓക്കെ ജെടി, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഉടനെ അറിയിക്കണം. ഓക്കെ സർ. ഓക്കെ ജെടി. എന്തായാലും ബ്ലഡ് ബാങ്കിൽ വിളിച്ചിട്ട് അവൈലബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. ശരി ഡോക്ടർ. ഡോക്ടർ, ഡോക്ടർ, കിരണിന് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യോ, കിരണിന് ഉടനെ ബ്ലഡ് കൊടുത്തേ പറ്റൂ. AB നെഗറ്റീവാണ് കിരണിന്റെ ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ആ ഗ്രൂപ്പ് അവൈലബിൾ അല്ല. എത്രയും പെട്ടെന്ന് ഒരു ഡോണറെ കണ്ടുപിടിക്കണം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഞങ്ങളുടെ വഴിക്ക് ഞങ്ങളും ശ്രമിക്കാം. പക്ഷെ എത്രയും പെട്ടെന്ന് ഡോണറെ കിട്ടിയേ പറ്റൂ. ഇവിടെ ബ്ലഡ് തരുന്ന ഡോണേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ ഞങ്ങളൊന്ന് ശ്രമിക്കാം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിക്കേ. ശരി. ഹലോ, നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുള്ള ക്ലബ് അല്ലേ? AB നെഗറ്റീവ് ബ്ലഡ് എത്രയും പെട്ടെന്ന് വേണമായിരുന്നു. അയ്യോ, ആ ഗ്രൂപ്പുള്ള ആരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ വരാറുണ്ട്. എന്തായാലും ഞാനൊരു നമ്പർ അയച്ചു തരാം, അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ? ഓക്കെ.